ഹായ് ഗൈസ്, പവിത്രം ഇന്നത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രം വേദയോട് അച്ഛനോട് ഞാനല്ല ചെയ്തത് എന്ന് പറയേണ്ടി വന്നു. അച്ഛൻ്റെ ചോദ്യം അങ്ങനെയായിരുന്നു എന്ന് വിക്രം പറയുന്നു. ഓഹോ, അതാണ് അച്ഛൻ്റെ ഈ മാറ്റത്തിന് കാരണമല്ലേ എന്ന് വേദ പറഞ്ഞു. പിന്നീട് എല്ലാവരും റൂമിൽ കയറി മാഷിനെ കാണുന്നുണ്ട്. അന്നേരം നന്ദിനി വിനായകനോട് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അച്ഛനോട് പറയണം. വിനായകൻ അത് കേട്ട് ഞെട്ടുന്നുണ്ട്. അതെ, അത് പറഞ്ഞ് കാല് പിടിച്ച് വീട്ടിൽ ഇനി ആരും അറിയരുത് എന്നും പറയണം എന്ന് നന്ദിനി പറയുമ്പോൾ വിനായകന് അതിനുള്ള ധൈര്യം വരുന്നില്ല. പിന്നീട് വേദ വിക്രമിനോട് പറയുന്നത് നമുക്കൊന്ന് പുറത്ത് ചുറ്റിയിട്ട് വന്നാലോ, എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്ന്. പോകാം, ഏതായാലും വിശ്വേട്ടനും ശ്രീചേട്ടത്തെയും അപ്പുമോളെയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് പറയുന്നുണ്ട് വിക്രം. അതിന് വേദ അവര് ഫാമിലി ആയിട്ട് പോയിട്ട് വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് പോയി വരാം എന്ന്. അത് പറഞ്ഞപ്പോൾ വിക്രം വേദയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അതിന് വേദ പറയുന്നത്, നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും ഞാനും ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കുമായിരുന്നില്ല എന്ന് വികാരാധീനയായി പറയുന്നു. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് മാഷ കുറച്ച് ഭേദമായി കട്ടിലിൽ ഇരിക്കുന്നതാണ്. അന്നേരം വിനായകൻ മാഷിനെ കാണാൻ വരുന്നു. മാഷിന്റെ നോട്ടം വിനായകന് താങ്ങാനാവുന്നില്ല. എന്തൊക്കെയോ പറയാൻ വന്ന വിനായകൻ ഒന്നും പറയാതെ മാഷിന്റെ മുഖത്തു തന്നെ നോക്കിയിരിക്കുന്നതാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.